മോട്ടോർ വാഹന വകുപ്പിലെ സേവനങ്ങൾ കൂടുതൽ ജനകീയമാക്കാനും ഇടനിലക്കാരെ പൂർണ്ണമായി ഒഴിവാക്കി പൊതുജനങ്ങളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും ലക്ഷ്യമിട്ട് MVD സേവാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നീക്കങ്ങൾ ആരംഭിച്ചു. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃക പിന്തുടർന്ന് സംസ്ഥാനത്ത് പുതിയ MVD സേവാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ ഗതാഗത കമ്മീഷണർ നാഗരാജു ചകിലം സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. എന്നാൽ MVD സേവാ കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം അപേക്ഷകർക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. സർവീസ് ചാർജ് കുത്തനെ ഉയരുമെന്ന് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമെന്നും വകുപ്പിലെ ജോലി സാധ്യത കുറയ്ക്കുമെന്നുമാണ് ആശങ്ക. പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളുടെ മാതൃകയിൽ പൊതുജനങ്ങൾക്കായുള്ള സേവനങ്ങൾ പൂർണ്ണമായി MVD സേവാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനുള്ള ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ശുപാർശ ഇപ്പോൾ ഗതാഗത വകുപ്പിന്റെ പരിഗണനയിലാണ്. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ, നികുതി, പെർമിറ്റ്, ചലാൻ, ഉപയോക്താക്കളുടെ പരാതി എന്നിവ സ്വകാര്യ മേഖലയുടെ സഹകരണത്തോടെ സ്ഥാപിക്കുന്ന സേവാ കേന്ദ്രങ്ങൾ വഴി നൽകാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ RTO ഓഫീസുകളിൽ പോകാതെ തന്നെ അപേക്ഷകന് നേരിട്ട് ചെയ്യാവുന്ന ആധാർ അധിഷ്ഠിത സേവനങ്ങൾ അടക്കം സേവാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന ഉടമസ്ഥത മാറ്റൽ, ഹൈപ്പോത്തിക്കേഷൻ ഒഴിവാക്കൽ, പെർമിറ്റ് എന്നിവ സംബന്ധിച്ച സേവനങ്ങൾ ആധാർ ബന്ധപ്പെടുത്തിയ മൊബൈൽ നമ്പർ വഴി നിലവിൽ അപേക്ഷകന്റെ പരിവാഹൻ സൈറ്റിലൂടെ നേരിട്ടോ അക്ഷയ കേന്ദ്രം വഴിയോ ചെയ്യാം. ആധാറുമായി ബന്ധിപ്പിക്കാത്ത മൊബൈൽ നമ്പർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രം അപേക്ഷകൻ RTO ഓഫീസിൽ എത്തിയാൽ മതി. പുതിയ പദ്ധതി നടപ്പായാൽ എല്ലാ അപേക്ഷകരും നേരിട്ട് സേവാ കേന്ദ്രത്തിൽ എത്തേണ്ടി വരും. ഫീസിനു പുറമെ സേവാ കേന്ദ്രത്തിലെ സർവീസ് ചാർജും നൽകേണ്ടി വരും. തൽക്കാൽ പാസ്പോർട്ട് പോലെ MVD സേവാ കേന്ദ്രയിലും തൽക്കാൽ സേവനത്തിനും നിർദ്ദേശമുണ്ട്. ഇതിന് അധികം സർവീസ് ചാർജ് നൽകണം. നിലവിൽ RT, സബ് RT ഓഫീസുകളിൽ ചെറിയ സർവീസ് ചാർജ് വാങ്ങി സേവനം നൽകുന്ന കുടുംബശ്രീ, ജനസേവന കേന്ദ്രം തുടങ്ങിയ സേവാ കേന്ദ്രങ്ങളുണ്ട്. ഇവർക്കും പുതിയ പദ്ധതി തിരിച്ചടിയാകും. ഡിജിറ്റൽ ടോക്കൺ, സെൽഫ് സർവീസ് കിയോസ്ക്, ഓൺലൈൻ പേയ്മെന്റ് സിസ്റ്റം, CCTV, പരാതി പരിഹാര കൗണ്ടറുകൾ, കാത്തിരിപ്പിനുള്ള സ്ഥലം തുടങ്ങിയ സൗകര്യങ്ങൾ സേവാ കേന്ദ്രത്തിൽ സ്വകാര്യ കമ്പനി ഒരുക്കണം. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കാമെന്നും അക്ഷയ കേന്ദ്രങ്ങളായും കമ്പ്യൂട്ടർ സർവീസ് കേന്ദ്രങ്ങളുമായും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാമെന്നും ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങൾ തുടങ്ങാമെന്നും ശുപാർശയിലുണ്ട്. എന്താണ് ഈ MVD സേവാ കേന്ദ്രങ്ങൾ? മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹൻ, സാരഥി എന്നീ സോഫ്റ്റ്വെയറുകൾ വഴി വിവിധ അപേക്ഷകൾ കൃത്യതയോടെ സമർപ്പിക്കാൻ പൊതുജനങ്ങളെ സഹായിക്കുന്ന ഔദ്യോഗിക കേന്ദ്രങ്ങളായിരിക്കും ഇവ. IT മിഷൻ, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവയുടെ സഹായത്തോടെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇവ സ്ഥാപിക്കാം. അപേക്ഷകൾ സമർപ്പിക്കുന്നതിനും മറ്റ് സേവനങ്ങൾക്കും സർക്കാർ തന്നെ കൃത്യമായ നിരക്കുകൾ നിശ്ചയിക്കും. അധിക തുക ഈടാക്കാൻ കഴിയില്ല. അപേക്ഷകരുടെ തിരക്ക് കൂടുതലുള്ള തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി ആദ്യം നടപ്പാക്കും. പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന സൗകര്യങ്ങൾ. പുതിയ സേവാ കേന്ദ്രങ്ങൾ നിലവിൽ വരുന്നതോടെ RTO ഓഫീസുകൾ കയറി ഇറങ്ങാതെ തന്നെ സുതാര്യമായ സേവനങ്ങൾ ലഭ്യമാകും. നീണ്ട ക്യൂ ഒഴിവാക്കാൻ ഡിജിറ്റൽ ടോക്കണും അത്യാധുനിക കാത്തിരിപ്പ് കേന്ദ്രങ്ങളും സജ്ജമാക്കും. ചലാൻ വഴിയുള്ള ഗതാഗത നിയമലംഘനങ്ങളുടെ പിഴയടക്കൽ ഉൾപ്പെടെയുള്ള എല്ലാ പണമിടപാടുകളും പൂർണ്ണമായും ഓൺലൈൻ വഴിയാകും. സോഫ്റ്റ്വെയറുകളിൽ പ്രത്യേക പരിശീലനം ലഭിച്ച ജീവനക്കാരായിരിക്കും കേന്ദ്രങ്ങളിൽ ഉണ്ടാകുക. ഇത് അപേക്ഷകളിലെ പിഴവുകൾ ഇല്ലാതാക്കും. ഈ പുതിയ സംവിധാനം നിലവിൽ വരുന്നതോടെ പൊതുജനങ്ങൾക്കും മോട്ടോർ വാഹന വകുപ്പിനും ഒരുപോലെ നിരവധി നേട്ടങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം RTO ഓഫീസുകളുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരുടെ സാമ്പത്തിക ചൂഷണം പൂർണ്ണമായും അവസാനിക്കും. സേവനങ്ങൾ കൃത്യതയോടെ ലഭ്യമാകുമെന്നതാണ് മറ്റൊരു പ്രധാന മെച്ചം. കൂടാതെ വിദഗ്ധരായ ജീവനക്കാർ അപേക്ഷകൾ തയ്യാറാക്കുന്നതിനാൽ ഓൺലൈൻ അപേക്ഷകളിൽ സാധാരണയായി സംഭവിക്കാറുള്ള പിഴവുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കും. മറുഭാഗത്ത് മോട്ടോർ വാഹന വകുപ്പിനെ സംബന്ധിച്ച് RTO ഓഫീസുകളിൽ അനുഭവപ്പെടാറുള്ള അമിതമായ തിരക്ക് ഗണ്യമായി കുറയ്ക്കാൻ ഇത് സഹായിക്കും. അപേക്ഷകൾ കൃത്യതയോടെ നേരിട്ട് സിസ്റ്റത്തിലേക്ക് എത്തുന്നതിനാൽ ഓഫീസിലെ ജീവനക്കാരുടെ ജോലിഭാരം വലിയൊരു പരിധിവരെ കുറയുകയും ചെയ്യും. സംസ്ഥാനത്ത് നിലവിൽ 1,90,00,000-ലധികം വാഹനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന വകുപ്പുകളിൽ ഒന്നാണിത്. സേവനങ്ങൾ ഓൺലൈൻ ആയെങ്കിലും അപേക്ഷകളിലെ സങ്കീർണത മുതലെടുത്ത് ഇടനിലക്കാരും ചില ഉദ്യോഗസ്ഥരും ചേർന്ന് ജനങ്ങളെ വലയ്ക്കാറുണ്ട്. പുതിയ സേവാ കേന്ദ്രങ്ങൾ വഴി ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിയും. സർക്കാരിന്റെ അന്തിമ അനുമതി ലഭിക്കുന്നതോടെ പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ വേഗത്തിൽ ആരംഭിക്കുമെന്നാണ് സൂചന. ഇതോടെ RTO ഓഫീസുകളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൗഹൃദവുമായി മാറും.